പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ശുദ്ധജലക്ഷാമം നേരിടുന്ന ഇരിങ്ങാലക്കുട ഷൺമുഖം കനാൽ പരിസരത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തി. ദിവസങ്ങളായി ശുദ്ധജലക്ഷാമം നേരിടുന്ന പ്രദേശത്തു നിന്നും ലഭിച്ച പരാതികൾ BJP മണ്ഡലം ഭാരവാഹികൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു സന്ദർശനം. BJP മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാകുളം, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്, ജില്ലാ സെക്രട്ടറി അഖിലാഷ് വിശ്വനാഥൻ, രമേശ് അയ്യർ, ജോർജൻ കൊല്ലാട്ടിൽ, ലിഷോൺ ജോസ്, സിക്സൺ മാളക്കാരൻ, ബാബുരാജ് എന്നിവരും സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു. പല ആൾക്കാരും ഇവിടെ 2 കൗൺസിലർമാരുണ്ടായിരുന്നു. ഞാൻ ഈ ഞങ്ങളുടെ ജനപ്രതിനിധികളെ 2 പേരും ക്ഷണിച്ചു. അങ്ങനെ നമ്മുടെ MP വരുന്നുണ്ട്, നിങ്ങളതിൽ രാഷ്ട്രീയം കലർത്താനാണ്, നിങ്ങൾ വന്നിട്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. 2 പേരും തയ്യാറായില്ല. ഒരാളിവിടെ വീട് ഇവിടെ എടുത്താണ്, 2 പേരും തയ്യാറായില്ല. പക്ഷെ നമുക്കിത് ഞങ്ങൾക്കൊരു കുടിവെള്ളം അത് നമുക്ക് ശാശ്വതമായിട്ട് ഇപ്പോൾ നമ്മുടെ MP ഫണ്ടിൽ ചെയ്തൊരു ടാങ്ക് ഇവിടെ ഉണ്ട്. അതിപ്പോഴും കണക്ഷൻ കൊടുത്തിട്ടില്ല. ലോക്കൽ ബോഡിയുടെ ഞങ്ങൾ എല്ലാവരും കൂടി സമന്വയിപ്പിച്ചാണ് ഇത് വരേണ്ടത്. അതിൽ 60% കൊടുത്ത് ടാങ്ക് റെഡിയായി, അത് ഉദ്ഘാടനവും ചെയ്തു. അതിനകത്ത് വെള്ളം വന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ആരുടെ ചുമതലയാണ്? എന്റെ ചുമതലയാണെങ്കിൽ പറയാൻ വിട്ടുതരണം. ജനങ്ങളെ ഞങ്ങൾ സാറിന്റെ റിക്വസ്റ്റ് ചെയ്യാണ്. നോക്കണ്ട, ഞങ്ങൾക്ക് അതൊരു എന്തെങ്കിലും ഒരു വെള്ളത്തിന് സാറ് ഞങ്ങൾക്ക് വേണ്ടി അത് റിക്വസ്റ്റ് ചെയ്യാണ്. ഞങ്ങൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യും. അതേസമയം കേരളത്തിൽ എന്റെ മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞ് ചെയ്യിക്കാം. അത് ശരി തന്നെയാണ്. നിങ്ങൾ ആ രാഷ്ട്രീയം മനസ്സിലാക്കുക. ഇപ്പൊ ഈ സമയത്ത് വന്ന് വെള്ളം മുട്ടി നിൽക്കുമ്പം വന്ന് പറയുന്ന രാഷ്ട്രീയമല്ല, ഇതല്ലേ സംവിധാനം. ശരിയാണ്. അതിന് ഉത്തരവാദപ്പെട്ട് ഈ പ്രതിപക്ഷമായാലും ഇവിടെ ഒരു പ്രതിപക്ഷം ഇല്ല, അവർക്ക് സാധിച്ചു തരാൻ പറ്റുന്നില്ല. നമ്മുടെ മുനിസിപ്പാലിറ്റി 25 വർഷമായിട്ട് ഇവർ തന്നെയാണ് പ്രതിപക്ഷമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് 25 വർഷമായിട്ടും അവർക്ക് ഇതിനൊരു മാർഗം നമുക്ക് ചെയ്തു തരാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. വെള്ളം വേണമെന്ന് വെച്ചാൽ എങ്ങനെ നടക്കുന്നതാണ് നമ്മളോട് ചോദിക്കുന്നത്. അതാണ് ഞങ്ങളുടെ മെയിൻ പ്രശ്നം. അത് ഞങ്ങൾക്ക് വെള്ളം വേണം. ഒരു ദിവസം നമ്മള് വെള്ളം ബില്ല് വൈകി കഴിഞ്ഞ അവരതിന് പരിശീലാക്കുന്നുണ്ട്. നമ്മളുടെ വെള്ളം ബില്ല് കഴിയേണ്ട ഡേറ്റ് കഴിഞ്ഞ 2 മാസം കഴിഞ്ഞ് നമ്മുടെ വെള്ളം കട്ടാക്കും. വെള്ളം വരുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ? കഴിഞ്ഞ മാസം 2 പ്രാവശ്യം വെള്ളം വന്നിട്ടുള്ളൂ. കഴിഞ്ഞ മാസം 2 പ്രാവശ്യം 900 രൂപ ബില്ല് ഞാൻ ഇന്ന് വന്നിട്ടുണ്ട്. ജലജീവൻ മിഷനെ സംബന്ധിച്ച് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് വന്ന് ചങ്കൂറ്റത്തോടെ എൻ്റെ മുമ്പിൽ വന്ന് കളക്ടറുടെ സാന്നിധ്യത്തിൽ അവതരിപ്പിക്കാൻ പറ ഉദ്യോഗസ്ഥനോട്. അങ്ങനെ പണി പോകാതെ സൂക്ഷിച്ചോളാം. ഏതെങ്കിലും രാഷ്ട്രീയത്തെ താങ്ങാൻ വേണ്ടി പറയാനൊക്കത്തില്ല. ആ ടാങ്കിന്റെ പ്രശ്നം എന്തുകൊണ്ട് വെള്ളം വരുന്നില്ല, ഉദ്ഘാടനം കഴിഞ്ഞതാണ് ഒക്ടോബറിൽ, എന്തുകൊണ്ട് വെള്ളം നിറയുന്നു, എല്ലാ കാര്യങ്ങളും ഉത്തരം പറയാൻ. സ്ത്രീ സുരക്ഷയ്ക്ക് കാവലായി നിർഭയ നിശ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും പെട്രോളിംഗ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും മാർച്ച് 8 ഞായറാഴ്ച വൈകിട്ട് 6 നഗരസഭ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുമെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് ബി കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജോലി, പഠനം, ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി രാത്രികാലങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ നിശ. ജോലി, പഠനം, ചികിത്സ അല്ലെങ്കിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിട്ട് രാത്രിയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ സഞ്ചരിക്കുന്നതിനായി പ്രത്യേകിച്ച് പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന ആളുകൾ, ട്രെയിനും ബസ്സിലും ഒക്കെ പോകുന്നവർ, സ്വന്തമായി കാറിൽ പോകുന്നവരെക്കാൾ കൂടുതൽ അങ്ങനെയുള്ളവർ അവർക്ക് ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാതിരിക്കാൻ വേണ്ടി
അവരുടെ സുരക്ഷയെ കരുതി പോലീസിൻ്റെ അടിയന്തര സഹായം കിട്ടുന്ന സംവിധാനമാണ് നിർഭയ നിശ പദ്ധതി. അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8-ന് സംസ്ഥാനത്ത് ഈ പദ്ധതി നടപ്പിൽ വരുത്താൻ ലക്ഷ്യമിട്ടിട്ടുണ്ട്. സ്ത്രീകൾ ദുരിതത്തിലാകുമ്പോൾ നമുക്ക് പോൾ ആപ്പുണ്ട്, SOS ബട്ടൺ പ്രവർത്തിപ്പിക്കാനുള്ളൊരു നിർദ്ദേശം. അതെന്താണെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സാധാരണക്കാർക്ക് അറിയാം. പിന്നെ 112 112 112 ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, ആർക്കും വിളിക്കാം, ഏത് ഫോണിൽ നിന്നും വിളിക്കാം. അങ്ങനെ വിളിച്ചാൽ അത് തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തുള്ള ERSS മോണിറ്റർ ചെയ്യും. സെക്കൻഡുകൾക്കകം അതാത് ജില്ലയിലെ ERSS കൺട്രോൾ റൂമിൽ വരും, ഇരിങ്ങാലക്കുട. അവിടുന്ന് 24 മണിക്കൂർ നമ്മുടെ പോലീസുണ്ട്, എല്ലാ മേഖലകളിലും എല്ലാ റോഡുകളിലും. അവിടേക്ക് മെസ്സേജ് പോവും. മുകുന്ദപുരം താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭകർക്കായി സംഘടിപ്പിച്ച ബാങ്കേഴ്സ് മീറ്റ് MCP ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്താ ധർമ്മരാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ ബിന്ദു KR അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് VC വർഗീസ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോണി പോൾ മാവേലി എന്നിവർ പങ്കെടുത്തു. ഉപജില്ലാ വ്യവസായ ഓഫീസർ സുനിത PV സ്വാഗതവും വ്യവസായ വികസന ഓഫീസർ മിനി E നന്ദിയും പറഞ്ഞു. ചെറുകിട വ്യവസായങ്ങളുണ്ട്, കുടുംബശ്രീയുടെ കീഴിലുണ്ട്, ചെറിയ ചെറിയ മൈക്രോ ഫിനാൻസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഒരു വ്യവസായം വലുതായാലും ചെറുതായാലും തുടങ്ങാനായിട്ട് ഒരു സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. മുഴുവൻ സാമ്പത്തികം എടുത്തിട്ടൊരു വ്യവസായം ചെയ്യാനും ചെറുകിട വ്യവസായം ചെയ്യാനും ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് പലരും. ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളായാലും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്കും ജോലിയില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംരംഭകർ ഒരുപാട് കുറച്ചുപേരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് പഠിക്കാനും ഇതിൻ്റെ പരിശീലനം എങ്ങനെയൊക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം ഒരു വ്യവസായം എന്നുള്ളത് കേൾക്കാനും കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റിയിലെ കീഴിലൊരു വ്യവസായ സംരംഭത്തെ കുറിച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെയും ഒരുപാട് പേര് വന്നിരുന്നു. അവർക്ക് നല്ലൊരു ക്ലാസ് കൊടുത്തു. അവർ മുൻനിരയിലേക്ക് വരാൻ തയ്യാറായിട്ടുള്ളവരാണ്. 2 കോടിയോളം രൂപ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ചെലവ് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഗ്രാമീണ ബാങ്കും കേരള ബാങ്കും കൂടി ചേർന്നിട്ടാണ് അത് നടത്തിക്കൊണ്ടുവരുന്നത്. ഹീറോ ഡിലൈറ്റ്സ് ഗ്ലോബൽ LLP മില്ലറ്റ്സ് പൗഡേഴ്സ് ആണ്. ഇരിങ്ങാലക്കുട വിദ്യോദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കിഴുത്താണി മെഡിക്കൽസിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് മുനിസിപ്പൽ കൗൺസിലർ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ VPR മേനോൻ, നാഷണൽ സ്കൂൾ മാനേജർ രുക്മിണി രാമചന്ദ്രൻ, PTA പ്രസിഡന്റ് ഹരിത ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ അഞ്ജലി, ഡോക്ടർ ലക്ഷ്മി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ആധുനിക ജീവിതശൈലി രോഗങ്ങളാണ് കൂടുതൽ. ഒരു മനുഷ്യന് ഒരു 40 വയസ്സ് കഴിയുമ്പോഴേക്കും അവരുടെ കൂടെ ഒരു പെട്ടി ഉണ്ടാവുകയാണ്, അല്ലേ? അറിയോ? ഇവിടെയുള്ള മാതാപിതാക്കളെ ചെറിയ മാതാപിതാക്കളാണ്, വളരെ വയസ്സ് കുറഞ്ഞ. കാരണം ചെറിയ കുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരും ആയതുകൊണ്ട് ചെറിയ ഒരു യങ് പാരൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നമ്മുടെ ബാഗില് വേറൊരു പെട്ടി, അതായത് ഒരു മരുന്ന് പെട്ടി മിക്കവരുടെ കയ്യിലുണ്ടാവും. നിങ്ങളുടെയൊക്കെ അച്ഛനമ്മമാരുടെ കയ്യിലൊക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതില് പ്രഷറിന്റെ ഗുളിക ഉണ്ടാവും, കൊളസ്ട്രോളിന്റെ ഗുളിക ഉണ്ടാവും, പിന്നെന്താ ഉണ്ടാവുക? ഷുഗറിന്റെ ഗുളിക ഉണ്ടാവും. മസ്റ്റ് ആയിട്ട് ഷുഗർ, കൊളസ്ട്രോള്, BP ഈ സാധനം ഇല്ലാണ്ട് ഒരാളുണ്ടാവാൻ സാധ്യത കുറവാണ് ഇപ്പോഴത്തെ കാലത്ത്. അത് ജീവിതശൈലി രോഗങ്ങളാണ്. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് PHSലെ ഡോക്ടർ അതിൻ്റെ വളരെ നിപുണയായിരിക്കും എന്ന് എനിക്കറിയാം. കാരണം കഴിഞ്ഞ 25 കൊല്ലമായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് PHSയുടെ മൂല്യം വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം എന്നത് കുഞ്ഞുമക്കളെക്കാളും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക ഞാൻ പറയില്ലേ, നിങ്ങളെ മാതാപിതാക്കളെയാണ്. കാരണം ഈ ജീവിതശൈലി രോഗങ്ങളെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കണം, നമ്മൾ മറന്നുപോയ നമ്മുടെ വ്യായാമങ്ങളെ കുറിച്ച്. കാരണം
ഇരിങ്ങാലക്കുട RS റോഡിൽ പഞ്ചവടിയിൽ റിട്ടയേർഡ് പ്രൊഫസർ കെ കുഞ്ഞുകുട്ടി അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് മാവേലിക്കരയിലുള്ള വസതിയിൽ നടക്കും. റിട്ടയേർഡ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പൊന്നമ്മ ഭാര്യയും വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഋഷി ഏക മകനുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.